കൊച്ചുകുട്ടിയല്ലേ, അവക്ക് എന്തറിയാം? ഇനിയും ചിലപ്പോ ശൈലജയുടെ VCR തൊട്ടെന്നിരിക്കും. ഇപ്പൊ ഇത്രയും മാത്രമേ സംഭവിച്ചുള്ളൂ. നാളെ എന്റെ മോളെ അവള് തല്ലുന്നത് ഞാൻ കാണേണ്ടി വരും. കല്യാണത്തിന് മുമ്പ് എന്റെ മുഖത്ത് നേരെ നോക്കിയിട്ടില്ല മോന്. അവനാ ഇന്ന് എന്നോട് വഴക്കിന് വന്നത്. അവന്റെ എച്ചിൽ പാത്രം വരെ കഴിയിട്ടുള്ളവളല്ലേ ഞാൻ, അതവൻ ഓർത്തോ? അവള് പണക്കാരി ആയതുകൊണ്ട് അമ്മ അവളുടെ ഭാഗത്താ. എന്ത് ചെയ്യാം, ഞാനൊരു പാവ സ്കൂൾ മാഷിന്റെ മോളായി പോയില്ലേ. കാഞ്ചനെ, നീ ഒന്ന് കരയാതിരിക്കേ. എന്റെ വിഷമം മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ ഈ നരകത്തിൽ തന്നെ കഴിഞ്ഞോളാം. പക്ഷെ എന്നെ എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കരുതെന്ന് ഇവിടെ ഉള്ളവരോട് സുഖമായിട്ടൊന്ന് പറയണം. അത്രേ വേണ്ടു. മോഹന, ഇന്നലെ രാത്രി നീ വരാൻ വൈകിയോ? ഞങ്ങളൊരു സെക്കൻഡ് ഷോയ്ക്ക് വരുന്നു. ശൈലജയ്ക്ക് ഒഴിവാണല്ലോ. കട തുറക്കാൻ വൈകിയോ? ഇല്ല, കുഴപ്പമില്ല. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഞാനും നീയും തമ്മിൽ എന്താണ് ബന്ധം? പറയൂ. എന്താ ചേട്ടാ? ചോദിച്ചതിന് മറുപടി പറ മോഹന. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചേട്ടൻ അറിഞ്ഞൂടെ? എനിക്കറിയാം, നന്നായിട്ടറിയാം. നീ അത് മറന്നോ എന്ന് എനിക്കറിയില്ലല്ലോ. മറക്കാനോ? ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? കഴിഞ്ഞ കാലേ അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴും നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഞാനാ. നിന്റെ പഠിത്തം, നിന്റെ ഓരോരോ ആവശ്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. കണക്കിൽ മോശമായിരുന്ന നിന്നെ തല്ലി തല്ലി ഞാൻ കണക്ക് പഠിപ്പിച്ചതും അങ്ങനെ നീ 10ാം ക്ലാസ് പാസ്സായതും ഇല്ലേ? ഓർമ്മയില്ലേ? എന്താ ചേട്ടൻ ഇപ്പൊ ഇത് പറയാൻ? നീ വലുതായപ്പോ ഒരു ചേട്ടനായിട്ടല്ല, ഒരു സുഹൃത്തായിട്ടേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നീയും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ശൈലജയായിട്ടുള്ള നിന്റെ ലവ് അഫെയർ പോലും നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടില്ലേ? അല്ല, ഞാൻ ചേട്ടനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസാ, ഭൂതകാലം. എന്താ അപ്പൊ അങ്ങനെ എല്ലാം ചേട്ടന് തോന്നുന്നുണ്ടോ? അത് പോട്ടെ. പക്ഷെ എന്തും എന്നോട് തുറന്നു ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടല്ലോ. ചേട്ടാ, ഇത്ര വലിയ മുഖവരിയൊന്നും വേണ്ട. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതി. നീ ഒരു അന്യനായിരുന്നെങ്കിൽ ഈ മുഖവരെ ഞാൻ ഒഴിവാക്കിയേനെ, പ്രതിവിധിയും ചെയ്തേനെ. അറിയാൻ വേണ്ടി ചോദിക്കുക, എന്റെ ഭാര്യയെ ഗുണദോഷിക്കാൻ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അതിൽ ഞാനിവിടെ ഇല്ലേ? അതാണല്ലേ കാര്യം. ഞാനേ, എന്റെ മോള് ആ VCR-ലൊന്ന് തൊട്ടപ്പോ ശൈലജ അവളെ വഴക്ക് പറഞ്ഞു. കാഞ്ചനെ അവളെ ശാസിച്ചത് വലിയൊരു മഹാസംഭവമായി നിന്റെ അടുത്ത് വന്നവൾ പരാതി പറഞ്ഞു. അത് കേട്ട ഉടനെ കാഞ്ചനയുടെ മേക്കിട്ടുകാരൻ ആരാടാ നിനക്ക് അധികാരം തന്നത്? അങ്ങനെ വളച്ചൊടിച്ചിരിക്കുകയാണല്ലേ? രക്ഷയില്ല. കല്യാണ മന്ത്രത്തിന്റെ പോക്ക് ഈ വിധത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ല. തലയണ മന്ത്രം? അങ്ങനെയുള്ള മന്ത്രം കേട്ട് ചാടി പുറപ്പെടുന്ന പാവയാണോ ഞാൻ? നീ ഒരുത്തിയെ പ്രേമിച്ച് കെട്ടിയെന്ന് കരുതി വലിയ ആളായി പോയെന്ന വിചാരം? എന്താ നിനക്ക് പറയാ? ചേട്ടാ, ഞാൻ ആരുടെയും അറിയാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ നാളെ വല്ല ഹൃദ്രോഗം വന്ന് ഞാൻ മരിച്ചുപോയാൽ എന്റെ ഭാര്യയും മോളെയും നീയും നിന്റെ ഭാര്യയും കൂടെ കടിച്ചു കയറുവല്ലടാ. ആ സ്ത്രീനെ വിളിക്ക്, എന്നിട്ട് ചോദിക്ക് ഞാൻ അവരോട് മെക്കെട്ട് കയറിയൊന്ന്. സ്ത്രീയോ? എടാ, ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനാ. നിന്റെ അമ്മയെ നീ സ്ത്രീ എന്ന് വിളിക്കോ? അവരെന്തൊക്കെയാണ് ചേട്ടൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എനിക്കറിയില്ലമ്മേ. നിന്റെ ഭാര്യയെ നീ മര്യാദ പഠിപ്പിക്കണം. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ചേട്ടൻ തലേ കയറില്ല. അവര് കുത്തിവെച്ച വിഷം കയറി ചേട്ടന്റെ തല പെരുത്തുപോയി. സൂക്ഷിച്ച് സംസാരിക്കണം. നീ കെട്ടിയ പിന്നെ ഈ വീട്ടിൽ വിഷം കയറിയത്. പറഞ്ഞത് എന്റെ ഭാര്യയെ നിങ്ങൾ ബഹുമാനിക്കണ്ട. എന്താ എന്റെ ഈശ്വര ഇത്? എന്റെ മോളെ നിങ്ങൾ സ്നേഹിക്കണ്ട, പക്ഷെ ദ്രോഹിക്കരുത്. എന്റെ ഭാര്യ ഉണ്ടല്ലോ, നീ ഇപ്പൊ സ്ത്രീയൊന്നും വിഷമൊന്നും വിളിച്ചില്ലേ? മോഹന, അവള് നിന്റെ എച്ചിൽ പാത്രം കഴിയവളാ, നിന്റെ അടിവസ്ത്രം വരെ അലക്കിവളാ. എന്താടാ പറഞ്ഞത്? ചെറ്റത്തരം എന്ന് വെച്ചാൽ ഞാൻ അതാടാ, ഞാൻ ചെറ്റയാ. വിടല്ലേ? എന്റെ ഭാര്യക്ക് മൂക്ക് ഈ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കെന്നറിയണം. അമ്മേ, വിടാൻ. എന്നെ എന്ത് ചെയ്യുന്നു കാണാലോ? എന്നെ വിടാൻ. രണ്ടെണ്ണത്തിനെ പിടിച്ച് ചങ്ങലക്കിട വേണ്ടത്. എടാ, നിന്നെ പേടിച്ച് ജീവിക്കേണ്ട സ്ഥിതി വന്നാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം. അതാ നല്ലത്. പോയി ചെയ്തോ. എന്റെ ദൈവമേ, എന്താ ഇത്? ഇന്നുവരെ മുഖം കറുത്ത് അന്യോന്യം സംസാരിച്ചിട്ടില്ലാത്ത എന്റെ മക്കള് തമ്മില്. ശരിയാ, ആദ്യമായിട്ടാ. കാരണം എന്താന്ന് അങ്ങോട്ട് ചോദിച്ചു നോക്ക്. അകത്ത് സൗകര്യം വളരെ കുറവാണ്. വാടകയും കുറവാണല്ലോ. അല്ല സാറേ, ഇത്ര പെട്ടെന്ന് ഒരു വീട് മാറ്റത്തിന്റെ കാര്യം എന്താണ്? ഉണക്കമരം വെട്ടിമാറ്റിയില്ലേ, ഒടുവിൽ അത് പുരപ്പുറത്ത് വീഴും. അതാണോ? അല്ല സാറേ, പുരപ്പുറത്ത് വീഴാതെ മരം വെട്ടി മാറ്റിക്കൂടെ? മാറ്റ. എന്റെ അടുത്ത് അതിന് പറ്റിയ ഒരാളുണ്ട്.
ഞാൻ രാവിലെ അങ്ങോട്ട് അയച്ചു തരാം. എടോ, കുടുംബാസ്വാസ്ഥ്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ കഠിനമായി അധ്വാനിക്കുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാ? ഈ അരച്ചാൻ വയറിന് വേണ്ടി അല്ല, അല്ലേ? മനസമാധാനത്തിന്. ആരാണ് കുറ്റക്കാരെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ തന്നെയാവും. പക്ഷെ മനസമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ശരിയാ, പക്ഷെ എന്റെ പരിപാടി അതല്ല. മനസമാധാനം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ അപ്പൊ ഞാൻ വെള്ളം അടിക്കും, ഫിറ്റാവും. പിന്നെ ഒന്നും അറിയണ്ടല്ലോ, പിറ്റേ നോക്കിയാൽ മതിയല്ലോ. നമ്മൾ ആദ്യം കണ്ട കോളനിയിലെ വീട് ആ. വാടക ഇത്തിരി കൂടുതലാണെങ്കിലും ആ വീട് മതി. ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ അഡ്വാൻസ് കൊടുത്തേക്കാം. മുകളിലേക്ക് എത്തട്ടെ. സുഖു, ഞാനാ പറയുന്നത്, നീ ഈ രാത്രിയിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോരുതടാ മോനെ. മോഹന, നിന്റെ ചേട്ടനത് ചെന്ന് പറ മോനെ, പോരുന്ന് പറ. അവന് ഇഷ്ടപ്പെടാത്ത രീതി നീ വല്ലതും പെരുമാറിയിട്ടുണ്ടെങ്കിൽ ചെന്ന് ക്ഷമ ചോദിക്കും മോനെ. എനിക്ക് ജീവനുള്ളപ്പോ നിങ്ങൾ തമ്മിൽ തല്ലി പിരിയരുത്. ഞാൻ ക്ഷമ ചോദിച്ചാലും ഇല്ലെങ്കിലും ചേട്ടൻ ഇവിടുന്ന് പോകും. മോളെ, ആരെന്ത് കുറ്റം ചെയ്തിട്ടാ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? നേരം വെളുത്തിട്ട് ഇറങ്ങി പോകുമ്പോ അയൽവക്കക്കാര് കാണും. കുട്ടിക്കൃഷ്ണൻ നായരുടെ മക്കൾ തമ്മിൽ തെറ്റിയത് എന്തേന്നുള്ള അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ വയ്യാത്തത് കൊണ്ടാ ഇപ്പൊ തന്നെ ഇറങ്ങുന്നത്. സുഖു, അമ്മയുടെ മോന ഞാനും. പക്ഷെ പണവും പ്രതാപവും നോക്കി സ്വന്തം മക്കളെ വേറെ വേറെ തട്ടുകളിൽ നിർത്തുന്നത് ശരിയല്ലമ്മേ. സുഖേട്ടാ, സുഖേട്ടാ, ഓഫീസിൽ പോണ്ടേ? ഒരു പത്രം കിട്ടാൻ എന്താ വഴി? ഒക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം. സുഖേട്ടനൊന്നും അറിയണ്ട. ഓ, ഒരു ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയ പോലുണ്ട്. ഇനി നമ്മുടെ ഉള്ളതും ഇല്ലാത്തതും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. സുഖേട്ടാ, സുഖേട്ടന് കുറച്ച് ദിവസം ലീവ് എടുത്തൂടെ? അവിടുന്ന് സുഖേട്ടന്റെ ഒരു കാര്യം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. വല്ലാണ്ട് മെലിഞ്ഞു പോയി, ഒത്തിരി കറക്കുകയും ചെയ്തു. ഞാൻ ആദ്യമേ കറുപ്പായിരുന്നില്ലേ? ആര്? സുഖേട്ടനോ? കൊള്ളാം. എന്നെ പെണ്ണ് കാണാൻ വരുമ്പോ നല്ല വെളുത്തിട്ടായിരുന്നു. ഇപ്പൊ വെയിലുകൊണ്ട് ആകെ വാടിപ്പോയില്ലേ. കുറച്ചു ദിവസം എണ്ണയും കുഴമ്പൊക്കെ ഇട്ട് കുളിച്ച് വിശ്രമം എടുക്കണം. എന്തേ? അല്ല, ഞാൻ ഓർക്കായിരുന്നു, സുഖേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ. അയ്യോ, സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം. മമ്മൂട്ടി കുറെ കൂടെ ഹൈറ്റ് ഒക്കെ ഇല്ലേ? ആ ഒരു വ്യത്യാസമല്ലുള്ളൂ. ഇപ്പഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഖേട്ടൻ തനി മമ്മൂട്ടിയാ. കുറച്ച് എക്സസൈസ് ഒക്കെ എടുക്കണം. വേണം. ഈ വീടിന് 850 രൂപയാ വാടക. ഓ, അത്ര കൂടുതലൊന്നുമില്ല. അതിന് മാത്രമുള്ള സൗകര്യങ്ങളും ഇല്ലേ? എങ്ങനെ കൊടുക്കുമെന്നാ? ഒക്കെ നടക്കും. മോളെ നീക്ക്. നേരെ എത്രയെന്നറിയോ? നീക്ക്. പാലില്ല കേട്ടോ സുഖേട്ടാ, കട്ടൻ കാപ്പി തരാം. നമ്മൾ എന്തിനാ ഇവിടെ വന്ന്? നമ്മുടെ വീട്ടിലേക്ക് ഇനി എപ്പോഴാ പോവാ? ഇനി മുതൽ ഇതാ നമ്മുടെ വീട്. അകത്ത് എന്നിരുന്ന് പഠിക്ക. അച്ഛനോട് എന്ന് കുളിക്കാൻ പറ.
എല്ലാ ദിവസവും ഞങ്ങൾക്കും വേണം പാല്. ദേ ആ വീടാ. ഇപ്പോഴുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഇട്ടേ നന്നായിരുന്നു. ഇപ്പൊ ഉണ്ടാവില്ല. ആ കൊടുക്കടോ, പെട്ടെന്ന് ഇപ്പൊ പാലിന് അവരെവിടെ പോവാനാ? ഞാൻ പോയിട്ട് വരാം. രാത്രിയിൽ ഇവിടെ ഒച്ചയും ബഹളമൊക്കെ കേട്ടു. പക്ഷെ കള്ളന്മാരായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങള് കഥവ് തുറന്നില്ല. എന്റെ പേര് ജിജി ഡാനിയൽ. ഞാൻ കാഞ്ചന. സ്വീറ്റ് നെയിം. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസം? രാത്രി മുഴുവൻ ഒരു പട്ടി കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അത് ഡോക്ടർ മത്തായിയുടെ വീട്. ആ, അതിനപ്പുറത്ത് ലോ സെക്രട്ടറി കരുണാകരൻ നായർ. ഇത് PWD കോൺട്രാക്ടർ ലക്ഷ്മണൻ പിള്ള. അതിനപ്പുറത്ത് അഡ്വക്കേറ്റ് കുറുപ്പ്. കാഞ്ചിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കാഞ്ചിയല്ല, കാഞ്ചന. കാഞ്ചിന്ന് വിളിക്കാനാ സൗകര്യം. ഹസ്ബൻഡ് ഹസ്ബൻഡ് മൂപ്പര് എഞ്ചിനീയറാ. PWD? ഏ? അല്ല, PWD എഞ്ചിനീയർ ആണോ? എങ്കിൽ ഞങ്ങൾ ഈ കോളനിക്കാർക്ക് അദ്ദേഹത്തോട് ചില പരാതികളൊക്കെ പറയാനുണ്ട്. ആ എഞ്ചിനീയർ അല്ല, ഇത് വലിയൊരു കമ്പനി അവിടാ. കൺസ്ട്രക്ഷൻ കമ്പനിയിലാവും. ബൈ മോം. ബൈ മോനു, ബി കെയർഫുൾ. ഓക്കേ. മോനാ? ഭർത്താവ്? ഞാനും ഹസ്ബൻഡ് സിംഗപ്പൂരായിരുന്നു. പല പല ബിസിനസ്സുകൾ. ഇപ്പൊ ഇവിടെ സെറ്റിൽ ചെയ്തു. അവിടെയായിരുന്നപ്പോ പുള്ളിക്കാരന് കരാട്ടയില് ബ്ലൂ ബെൽറ്റ് കിട്ടിയതാ. ഇപ്പൊ ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് കോളനിയിലെ പിള്ളേരെ കരാട്ടെ പഠിപ്പിക്കുക. അപ്പോ ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഒരിക്കൽ കൂടി പറയുകയാണ്, വീട്ടിലെത്തിയ ഉടനെ കുളിക്കരുത്. ബോഡി തണുത്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ കുളിക്കാവൂ. എല്ലാവരും ഇഷ്ടിയെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ ശിഷ്യന്മാർ എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ റെക്കോർഡ് എത്ര ഇഷ്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? 14. ഉടുപുടാച്ചി. സുലോചന തങ്കപ്പൻ എന്ന പേരിലെ തങ്കപ്പൻ. കുട്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു സുലോചന പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാൻ പർച്ചേസിങ്ങിന് പോയിക്കേ. ഹലോ എഞ്ചിനീയർ സാർ, പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. ഇത് ജിജി ചേച്ചിയുടെ ഭർത്താവ്. ഞാൻ സുലോചന തങ്കപ്പന്റെ ഭർത്താവ്, സാധാ തങ്കപ്പൻ. ഭാര്യയുടെ മേൽവാസിൽ അറിയപ്പെടാനാ ഞങ്ങളുടെയൊക്കെ ഒരു വിധി. തങ്കപ്പൻ സാറിന്റെ വിധി കറക്റ്റാ. പക്ഷേ ഈ ജോർജ് ഡാനിയലിന് സ്വന്തമായിട്ടൊരു മേൽവാസമുണ്ട്. എന്തേ? ഒറ്റയടിക്ക് 14 ഇഷ്ടിയെ ഒരുമിച്ച് തവിടുപൊടിയാക്കുന്ന ഏത് കരാട്ടേക്കാരനുണ്ടോ കേരളത്തിൽ? കേരളത്തിൽ നല്ല ഈ ഭൂമിയിൽ ആരുമില്ല. കുറെ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. കുട്ടി ഒരു 14 ഇഷ്ടി എടുത്തോണ്ട് കൊടുക്കും. ഇയാളൊന്ന് അടിച്ച് പൊട്ടിക്കട്ടെ. കൊണ്ടുവരട്ടെ. കൊണ്ടുവന്ന ഇയാൾ പുഴുകും. മിസ്റ്റർ തങ്കപ്പൻ, മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഐ ഡോണ്ട് മൈൻഡ് യുവർ വേർഡ്സ്, നോട്ട് ഓക്കേ. വൈ? വേണ്ട 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 വഴക്ക് വേണ്ട. ആ അത് ശരിയാ, പുതിയ ഒരാളുടെ മുമ്പിൽ വെച്ച്. കുടിക്കാൻ സോറി. അങ്ങോട്ട് ഇരിക്കാം. ഓക്കേ. മുൻപ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് മനുഷ്യപ്പറ്റില്ലാത്തൊരു അലവലാതിയായിരുന്നു. ഞങ്ങൾ അയാളെ ഓടിച്ചു. എങ്ങനെ? വീശുന്ന കൂട്ടത്തിലാണല്ലോ അല്ലേ? എന്ത് ചോദ്യമായി ചോദിക്കണത്? നല്ല 1-ാം തരം വീശുകാരനാണെന്ന് ആ കണ്ണ് കണ്ടാ അറിഞ്ഞൂടെ? വീശോ? അതെ, വീശ്. വല്ലപ്പോഴും. പക്ഷെ മിസ്സിസിന് അത് ഇഷ്ടമല്ല. ഓ സാധനം നമുക്ക് സംഘടിപ്പിക്കാം. ഇവിടെ നിന്ന് അടിക്കുന്നതിന് മിസ്സിന് ഇപ്പോ ഇഷ്ടപ്പെടില്ല. എല്ലായിടത്തും ഇതന്നെ കുഴപ്പം. പുതിയ ഒരാൾ വന്നു എന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സന്തോഷിച്ചിരിക്കായിരുന്നു. ദിവസേന ബാറി പോയി അടിച്ച മുതലാവില്ല, അതുകൊണ്ടാ. സത്യമായിട്ടും കാഞ്ചനക്ക് അത് ഇഷ്ടപ്പെടില്ല. തങ്കപ്പ സാറേ, ബാർ അടയ്ക്കുന്നതിന് മുമ്പ് സ്ഥലം വേണം. ചായ എടുക്കുന്നുണ്ട്. ചായ? അതും ഈ സമയത്തെ. അയ്യോ, അവര് പോയോ? അവര് കുറച്ച് തിരക്കില്ല. എന്നാ സുഖമായിട്ടും കുടിക്ക. എന്തുമാത്രം പണക്കാരാ സുഖമായിട്ടാ ഈ കോളനിയില്. ഓരോ വീടുകളിൽ ചെന്ന് നോക്കണം, ഇല്ലാത്ത ഒന്നുമില്ല. ഫ്രിഡ്ജ്, അലക്ക് മെഷീൻ, കാറ്, ഒന്നും പറയണ്ട. ഓരോ സ്ത്രീകളൊക്കെ ഉടുത്തിരിക്കുന്ന സാരി കാണുമ്പോ കൊതിയാവും. ഞാൻ എഞ്ചിനീയർ ആണെന്നാണോ നീ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്? അത് സുഖേട്ടാ, ഞാൻ നോക്കുമ്പോ ഒരാള് കളക്ടർ, വേറൊരാള് വക്കീല്, പിന്നെ ഒരാള് ഡോക്ടർ ഒക്കെ കേട്ടപ്പോ ഞാനും കൊച്ചാവുന്ന പോലെ തോന്നി. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇനി സുഖേട്ടനായിട്ട് അത് തിരുത്താനൊന്നും പോണ്ട. ആരറിയാനാ? അതൊക്കെ പോട്ടെ. എന്നിട്ട് ഈ അലക്ക് മെഷീൻ ഉണ്ടല്ലോ, നമ്മൾ തുണിയിട്ട് ചുമ്മാ ഒരിടത്ത് ഇരുന്നാ മതി. അലക്കലും പിഴിയലും തിരുമലും ഒക്കെ മെഷീൻ തന്നെ ചെയ്തോളും. എന്ത് സുഖ. നമ്മൾ അങ്ങനെ പണക്കാരല്ലല്ലോ കാഞ്ചനെ. എന്ന് വെച്ച് ദരിദ്രവാസികളല്ലല്ലോ. ഇത്തിരി കാശൊക്കെ സുഖേട്ടന് ബാങ്കിലല്ലേ.
അത് നാളത്തേക്ക് വല്ലതും കരുതി വെക്കണ്ടേ? ഇന്ന് സുഖമായിട്ട് ജീവിക്കാതെ നാളത്തേക്ക് കരുതി വെക്കുന്നതിൽ ഒരർത്ഥമില്ല സുഖേട്ടാ. ഒടുക്കം വയസ്സുകാലത്ത് ഖേദിക്കേണ്ടി വരും. അലക്ക് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങി തരാമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. നമ്മൾ മാത്രം ഇതൊന്നും ഇല്ലാതെ ഈ കോളനിയിൽ ജീവിക്കുന്ന ഭയങ്കര കുറച്ചില്ല സുഖേട്ടാ. ഇൻസ്റ്റാൾമെന്റിൽ കിട്ടുമല്ലേ? അതൊന്നും സുഖേട്ടൻ അറിയണ്ട. ഞാൻ അന്ന് പറഞ്ഞ പോലെ സുഖേട്ടൻ കുറച്ച് ദിവസം ലീവ് എടുക്ക്. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങാം. മൂക്കും അതൊരു സന്തോഷാവും. എന്നും ഈ അടുക്കളയിൽ കിടന്ന് നരയിക്കല്ലേ സുഖേട്ടാ ഞാൻ. എവിടെ കറങ്ങാൻ? സുഖേട്ടൻ ആദ്യം ലീവ് എടുക്കുന്നേ. ശരിയാ, ഒരു റിലീഫൊക്കെ വേണ്ടേ? ലീവ് നോക്കിയേ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അത്രേ ഉള്ളൂ? നന്നായിട്ടില്ലേ? ആ കൊള്ളാം. ഇനി ക്രീം നിറത്തില് വേറൊരെണ്ണുണ്ട്, അതിട്ടുണ്ട് വരട്ടെ. കുറച്ച് കഴിഞ്ഞു പോരെ, എനിക്ക് സ്വല്പം ജോലി ഉണ്ടായിരുന്നു. സുഖേട്ടാ, ഇനി മുതൽ ദിവ്യമോള് സുഖേട്ടനെ അച്ഛാന്ന് വിളിക്കില്ല. അയ്യോ, അതെന്ത്? എന്നെ അമ്മാന്നും വിളിക്കില്ല. പിന്നെ സുഖേട്ടൻ ഡാഡി, ഞാൻ മമ്മി. അത് അത് ലോകം ഒരുപാട് മുമ്പോട്ട് പോയി സുഖേട്ടാ. കിണറ്റിലെ തവളകളെ പോലെ നമ്മൾ പരിഷ്കാരം അറിയേണ്ട ജീവിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം വേണോ? വേണം. ഡാഡി